കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സാഗോ ഡ്രിങ്കിന്റെ റെസിപ്പി നോക്കിയാലോ. അതിനായി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്യാം. വെള്ളം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 കപ്പ് ചവ്വരി ചേർത്ത് കൊടുക്കാം. ചവ്വരി ട്രാൻസ്പെറന്റ് ആകുന്നത് വരെ കുക്ക് ചെയ്യണം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഈ ചവ്വരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കുക്ക് ചെയ്ത ചവ്വരിയിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ചേർത്ത് ഒന്ന് ഊറ്റിയെടുത്ത് വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ 350 ml പാല് തിളപ്പിക്കാൻ വെക്കാം. അര കപ്പ് അളവിൽ ഷുഗർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് 2 to 3 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. ഇനി 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ പാലിൽ ലയിപ്പിച്ച ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാം. കൈ വിടാതെ ഇളക്കി കൊടുക്കണം. ഇതൊന്ന് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ മിക്സ് ചൂട് മാറിയ ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ നിന്നും എടുത്ത ശേഷം വേവിച്ച ചവ്വരി ഈ മിക്സിലേക്ക് ആഡ് ചെയ്യാം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഈ മിക്സിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചെറുതായി കട്ട് ചെയ്ത ശേഷം ആഡ് ചെയ്യാം. ഞാനിവിടെ പെർസിമൻ ഫ്രൂട്ട് അഥവാ കാക്കിപ്പഴവും ഗ്രീൻ ബ്ലാക്ക് കളറിലുള്ള ഗ്രേപ്സും ബനാനയുമാണ് ആഡ് ചെയ്തത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സാഗോ ഡ്രിങ്കിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു സർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം.